KPCCയുടെ ഏറ്റവും പുതിയ നാടകം ഞങ്ങൾക്ക് മുടിഞ്ഞ ഐക്യമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സീസണിൽ കുറഞ്ഞത് 100 വേദികളിലെങ്കിലും ഓടി നടന്ന് കളിക്കണമെന്ന ആഗ്രഹത്തോടെ KPCC അവതരിപ്പിക്കുന്ന പുതിയ നാടകമാണ് ഞങ്ങൾക്ക് മുടിഞ്ഞ ഐക്യമാണ് കേരളമേ. അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പ്രകാശനം കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരിയിൽ വെച്ച് നടക്കുകയുണ്ടായി. തമ്മിൽ ഉത്സാഹിച്ച് പണിഞ്ഞുകൊണ്ട് നടക്കുന്നവന്മാരെ പിടിച്ചു നിർത്തി തമാശ പറയിപ്പിക്കുന്നത് പോലെ ഒരു ഫോട്ടോ എടുത്താണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിയത്. ഈ നാടകത്തിന്റെ സംവിധായകൻ ഗുലുഗുലു എന്ന തെലുങ്കൻ വളരെ പാടുപെട്ടാണ് ഇവന്മാരെ ഒന്ന് പിടിച്ചു നിർത്തി ഒരു ഫോട്ടോ പിടിച്ചത്. KPCC കുടുംബത്തിലെ തൈക്കളവന്മാർ തമ്മിൽ ചക്കുളത്തെപ്പോരും തമ്മിലടിയും ഉണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ലവന്മാർ ജനങ്ങളുടെ മുന്നിൽ ഒറ്റക്കെട്ടാണ്, വോട്ടെണ്ണി കഴിയുമ്പോഴേ വീണ്ടും കടിപിടി ആരംഭിക്കത്തുള്ളൂ എന്ന കേന്ദ്ര ആശയമാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലൂടെ ഇവർ പങ്കുവയ്ക്കുവാൻ ശ്രമിക്കുന്നത്. പുനർജനി ആളിക്കത്തിക്കുവാനുള്ള വഴിമരുന്നും വഴിച്ചെലവും കൊടുത്തിട്ടാണ് ഉസ്മാൻ രമേശൻ നിന്ന് ചിരിക്കുന്നത് എന്ന് പെറ്റ തള്ള പോലും വിശ്വസിക്കില്ല. ഇനി നമുക്ക് നാടകത്തിലെ മുഖ്യ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. നായകന്റെ വേഷം തനിക്ക് തന്നില്ലെങ്കിൽ കളിക്കാനില്ല, നാടകസമിതിക്ക് തന്നെ തീവെക്കും എന്ന് പറഞ്ഞ് 5 പേർ നിൽപ്പുണ്ട്. അതിൽ പ്രധാനി നെട്ടൂർ കേക്കച്ചൻ എന്ന സെൽഫിച്ചനാണ്. കഴിഞ്ഞ 25 വർഷമായി താനൊരു തികഞ്ഞ കളിക്കാരനാണ്, സംശയമുള്ളവർ പറവൂർ ശാന്തിയോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് മുഖ്യ നായകസ്ഥാനം തനിക്ക് കിട്ടണം എന്ന് വാശി പിടിച്ചാണ് നെട്ടൂർ കേക്കച്ചന്റെ നിൽപ്പ്. അടുത്ത നായകസ്ഥാന മോഹി ഉസ്മാൻ രമേശ് ആണ്. ദേശീയതലത്തിലും പിന്നെ ചെങ്ങന്നൂർ പരിസര പ്രദേശങ്ങളിലും ആയ കാലത്ത് ഓടി നടന്ന് കളിച്ചിട്ടും മതി വന്നിട്ടില്ല, ഇനിയും അര അംഗത്തിന് ബാക്കിയുണ്ട് എന്നാണ് ഇങ്ങനെ പറയുന്നത്. മൂന്നാമത്തെ നായക സ്ഥാനാർത്ഥി ആലപ്പുഴ കോവാലനാണ്. ദേശീയ അവാർഡ് നേടിയ സോളാർ സരിതയുടെ മനം കവർന്ന നടികർ തിലകമാണ് താനെന്നാണ് കോവാലന്റെ നിലപാട്. ഒരു വിശ്വപൗരന്റെ ഔട്ട്ലുക്കും നന്നായി ഇംഗ്ലീഷ് പറയുവാൻ കഴിവുമുള്ള തന്നെയാക്കണം നായകനെന്നാണ് വിശ്വ ശശിയുടെ നിലപാട്. ഈ തൈക്കളവന്മാർ തമ്മിലുള്ള തമ്മിലടിയാണ് ഞങ്ങൾക്ക് മുടിഞ്ഞ ഐക്യമാണ് കേരളമേ എന്ന നാടകത്തിന്റെ ഒരു സം ടോട്ടൽ. നാടകത്തിൽ കോമാളി ഭാഷം ഉറപ്പിച്ചിരിക്കുന്നത് കിങ്ങിണിക്കുട്ടനാണ്. എന്നെ കളിച്ചാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാനും പപ്പിച്ചേച്ചിയുടെ മാർഗം സ്വീകരിച്ച് ചാണകക്കൂട്ടിൽ പോയി കയറും എന്ന നിലപാടിലാണ് കിങ്ങിണിക്കുട്ടൻ. അതുപോലെ നായികാസ്ഥാനത്തിന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് UDF പാഞ്ചാലിയാണ്. വില്ലൻ മറ്റാരുമല്ല, പെണ്ണിത്താനാണ്. ഉശിരൻ ഡയലോഗുമായി പെണ്ണിത്താൻ വേദിയിലേക്ക് വരുമ്പോൾ കിങ്ങിണി കണ്ടം വഴിയോടും മുണ്ടും പറിച്ചുകൊണ്ട് ആ സീൻ ആരും മറക്കില്ല. പക്ഷെ മുരളീധരൻ ആണായി ജനിച്ച കേരളത്തിന്റെ ഭാഗ്യം, പെണ്ണായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേശിയായി മാറുമായിരുന്നു ഇയാൾ. ഇപ്പൊ ആണായി ജനിച്ചത് നമ്മുടെ ഭാഗ്യമാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ. ഇല്ലെങ്കിൽ ഇയാൾ ഈ പാർട്ടിയെ നാട്ടി തന്നെ പെണ്ണായിരുന്നെങ്കിൽ. എനിക്കറിയാം മുരളീധരൻ ആരാന്ന്. മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇവിടെ സ്ത്രീകളുടെ പ്രവാഹമായിരുന്നു. മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും തിരുവനന്തപുരത്ത് ഈ KPCC ഓഫീസിനകത്ത് ഒരു കൊച്ചു മുറിയുണ്ട്. ആ മുറിയുടെ വാതിൽ അടയ്ക്കണമെങ്കിൽ അള്ളാക്ക കസം അബൂക്ക കുസും അടയ്ക്കൂ ഡെനീസേ എന്ന് പറഞ്ഞാൽ അത് അടയ്ക്കും. അള്ളാക്ക കസം അബൂക്ക കുസും തുറക്കൂ ഡെനീസേ എന്ന് പറഞ്ഞാൽ അത് തുറക്കും. എത്രയോ KPCC പ്രസിഡന്റ്മാർ ഇവിടെ ഇരുന്നു. ഈ കെട്ടിടം വിലയ്ക്ക് വാങ്ങിച്ചത് CV പത്മരാജൻ. അന്നൊരു നേതാവും ഈ കൊച്ചുമുറിയിൽ രഹസ്യ സംഭാഷണം നടത്തിയത് ഞങ്ങൾക്കറിയില്ല. അന്നൊന്നും മണിക്കൂറുകൾ ബന്ധിച്ചിട്ടില്ല. അന്നൊന്നും ഈ കൊച്ചുമുറിക്കകത്ത് ഒരു കുമ്പസാര കൂടെന്നാ പറയുന്നേ, അതിനകത്ത് ഒരു രഹസ്യ സംഭാഷണവും നടത്താൻ ആണായാലും പെണ്ണായാലും പത്മരാജൻ അടക്കം തെന്നല അടക്കം ശ്രീ വയലാരവി അടക്കമുള്ള ഒരു KPCC പ്രസിഡന്റ്മാരും തയ്യാറായിട്ടില്ല. ഇയാൾക്ക് മാത്രം എന്താ ഈ രഹസ്യം? പാർട്ടി പ്രവർത്തകരോട് പ്രവർത്തകന്മാരോട് രഹസ്യം പറയുമ്പോൾ എന്തിനാ കുറ്റിയിടുന്നത്? ഞങ്ങൾക്കറിയണം. ഒരിക്കൽ ഒരു പാർട്ടി പ്രവർത്തകയുമായി ഡിസ്കഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അന്നത്തെ KPCC പ്രസിഡന്റ് മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്യൂൺ ഡെന്നിസിനോട് ചൂടായി. പൈപ്പിൽ വെള്ളമില്ല, എന്താ വെള്ളമില്ലാത്തെന്ന് പറഞ്ഞ് ചൂടായപ്പോ ഡെന്നീസിനോട് ഞാൻ പറഞ്ഞു ഇത്തരം ഡിസ്കഷൻ കഴിയുമ്പോ പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ബക്കറ്റിലെങ്കിലും വെള്ളം വെക്കണം. കഴിഞ്ഞ 10 കൊല്ലമായി അംഗങ്ങൾക്ക് പണിയൊന്നുമില്ലാതെ ചൊറിയും കുത്തിക്കൊണ്ടിരിക്കുന്ന ആ KPCC തറവാട്ടിൽ ഇപ്പോൾ മുടിഞ്ഞ ഐക്യമാണെന്ന് നാട്ടുകാരെ കാണിക്കുവാൻ ഈ തറവാട്ടിലെ സർട്ടിഫൈഡ് താന്തോന്നികൾ കാണിക്കുന്ന തരവഴികൾ നാട്ടുകാർ മനസ്സിലാക്കുകയും ലവന്മാരെ കണ്ടം വഴി ഓടിക്കുകയും ചെയ്യുന്നതാണ് നാടകത്തിന്റെ ഇതിവൃത്തം. സഹൃദരായ കലാസ്നേഹികളെ,
നാടകം ആരംഭിക്കുന്നത് മതമേലധ്യക്ഷന്മാരുടെയും സമുദായ പ്രമാണിമാരുടെയും തിണ്ണം നിരങ്ങുവാൻ ഞാൻ പോകില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന നെട്ടൂർ കേക്കച്ചൻ എന്ന ആ നായകസ്ഥാനമോഹി നേരം ഇരുട്ടി തുടങ്ങിയപ്പോൾ ടാക്സി പിടിച്ച് പൂജ്യം മലബാർ സഭയിലെ പള്ളിത്തന്തന്മാരുടെ അരമനയിൽ മുട്ടുകുത്തി കുനിഞ്ഞു നിൽക്കുവാൻ പോകുന്ന ആ കാഴ്ചയോടെയാണ്. നിലപാടുകളുടെ അളിഞ്ഞ രാജകുമാരൻ ഇതാ രാത്രിയിൽ കുനിഞ്ഞ് അരമന വടുവകളുടെ ചെരുപ്പ് നിൽക്കുവാൻ പോകുന്നു എന്ന ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറോടുകൂടിയാണ് ഈ രംഗം അരങ്ങേറുന്നത്. 4 വോട്ടിന് വേണ്ടി തിണ്ണനിറങ്ങാൻ ഞങ്ങൾ പോവില്ല. മതേതര ത്വത്തിൽ വിശ്വസിക്കുന്ന മതേതരവാദികളുടെ വോട്ടും അത് തിണ്ണനിറങ്ങാൻ UDF പോവില്ല. 4 വോട്ടിന് വേണ്ടി തിണ്ണനിറങ്ങാൻ ഞങ്ങൾ പോവില്ല. നാടകത്തിലെ അടുത്ത രംഗമാണ് അതിലും ഗംഭീരം. ഐക്യ ജനാധിപത്യ കുടുംബത്തിലെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പന്റെ നീണ്ട മൈക്കിൽ ഒരു മോൻ പിടിച്ചു വലിക്കുന്ന സീനാണ് അത്. ഞാനല്ലടാ അപ്പൻ, വലിക്കാതടാ, ഞാനൊന്ന് സംസാരിക്കട്ടടാ എന്ന് പറയുമ്പോൾ ഐക്യ കുടുംബത്തിലെ ആ മുടിഞ്ഞ ഐക്യമുള്ള മോൻ ചെയ്യുന്ന പണി കാണുക. അതുപോലെ മാപ്രകളുടെ ഭാഗത്തു നിന്നും അപ്രതീക്ഷിതമായി ഇംഗ്ലീഷിൽ ഒരു ചോദ്യം വന്നപ്പോൾ അപ്പനെ മോൻ കൈവിടുന്ന ആ ദയനീയമായ സീനും ആരും മറക്കില്ല. അതെങ്ങനെയാണ് ഞാൻ പറയേണ്ടത്? KPCC പ്രസിഡന്റ് നിലക്ക് ഞാൻ തുടങ്ങി വെച്ചോളാം. നമ്മൾ പറഞ്ഞോളൂ. അത് ശരിയല്ല. പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടില്ല. പ്രസിഡന്റ് പറഞ്ഞല്ലോ, അത് തന്നെ പറയാനുള്ള എനിക്ക് വ്യത്യാസം. പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യവും, അത് തന്നെ പറയാം. പ്രസിഡന്റ് പറഞ്ഞല്ലോ, പ്രസിഡന്റ് പറഞ്ഞല്ലോ, എല്ലാ കാര്യവും പറഞ്ഞല്ലോ. നിലപാടുകളുടെ അളിഞ്ഞ രാജകുമാരൻ എന്ന് പറയുകയും യാതൊരു നിലപാടുമില്ലാത്ത ഒരു അലവലാതിയുടെ മുഖംമൂടി സ്വയം ഉരിയപ്പെടുന്നതാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തം. അളിഞ്ഞ നിലപാടിൽ മൂക്കുകുത്തി വീഴുന്ന അനേക സംഭവങ്ങൾ ഈ നാടകത്തിൽ കോർത്തിണക്കിയിട്ടുണ്ട്. അവയിൽ ചിലവ ഇവയാണ്. സഹിച്ചാലും പറവൂരിലെ പ്രളയബാധിതരെ പറ്റിച്ച് പുനർജനി തട്ടിപ്പ് കേസിൽ നായകനായ കേക്കച്ചൻ കുടുംബത്തിൽ പറഞ്ഞത് ബർമിംഗ്ഹാമിൽ താൻ പോയത് ക്ലൈമറ്റ് റെസിലിയൻസ് സമ്മിറ്റിൽ സംസാരിക്കുവാൻ ആണെന്നാണ്. അല്ലാതെ പുനർജനി പദ്ധതിക്ക് വേണ്ടി കാശ് മേടിക്കാനല്ല എന്ന് ആണയിട്ടു. കരിമണൽ കർത്തയുടെ കാശ് മേടിച്ചു തിന്നവൻ ബർമിംഗ്ഹാമിൽ പോയി ക്ലൈമറ്റ് റെസിലിയൻസിനെ കുറിച്ച് സംവാദിക്കുന്നു. ഇവനെ കൊണ്ടല്ലാതെ വേറെ ആരെക്കൊണ്ടെങ്കിലും ഇതിന് പറ്റുമോ? ഇത്രയും ഉറപ്പുള്ള വേറെ ഏതെങ്കിലും ഒരുത്തൻ ഈ കോൺഗ്രസിലുണ്ടോ? ഞാൻ വിദേശ രാജ്യത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് എന്റെ പുനർജനി പദ്ധതിക്ക് വേണ്ടി 1 രൂപ പോലും പിരിച്ചിട്ടില്ല. സഭയിൽ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞപ്പോൾ സ്വന്തം നാട്ടിൽ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞത് ഈ കർക്കോടകൻ മറന്നു. അതും നാട്ടുകാരെടുത്ത് ഇതെന്നതാടാ എന്നും ചോദിച്ച് എടുത്തിട്ട് സ്ക്രീനിൽ കൊടുത്തു. ഞാൻ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ പോയിട്ടുണ്ട്. ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഞാൻ പോയി പ്രസന്റേഷൻ നടത്തി, ഞാൻ സഹായം മേടിച്ചിട്ടുണ്ട്. ലണ്ടനിൽ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു മലയാളി വനിതയാണ് തിരുവനന്തപുരത്തുകാര്. അവരാണത് ഹോസ്റ്റ് ചെയ്തത്. ആ പരിപാടി അവരാണ് നടത്തിയത്. വലിയ ഒരു ലഞ്ച് മീറ്റിംഗ് നടത്തി. അവരെല്ലാം അവിടെ അങ്ങനെയാണ് നടന്നത്, സ്പോൺസർമാർ. അവിടെ വെച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ സെൽഫിച്ചൻ ഒരു കോട്ടും വാടകയ്ക്ക് എടുത്ത് ഒരു വിസ തട്ടിപ്പുകാരി അക്കന്റെ കൂടെ UK പോയി നിന്ന് തെണ്ടുന്ന വീഡിയോയും ആരോ പുറത്തുവിട്ടതോടെ അളിഞ്ഞ നിലപാടുകളുടെ രാജകുമാരന്റെ കളസം വീണ്ടും നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കൂടിയാണ് അവരെല്ലാവരും. കുടുംബാംഗങ്ങൾ പോലെയുള്ള സുഹൃത്തുക്കളാണ്. അവരോട് ഞാൻ നന്ദി പറഞ്ഞാൽ വളരെ ഫോർമലായി പോകും. You are helping 5 families. I am going to give 5 sewing machines to 5 families. They lost their sewing machine. When they get the sewing machine, they can start their life. Actually, you are helping around the table. You are helping 5 families. When you are raising 500 pounds, that will help 5 families. And we are selecting selecting the beneficiaries through a transparent procedure by the members of the local body. Then we will go to our team will go there, and there will be a physical examination whether it is right or wrong. Then you can also, anybody can go there and random examination, random scrutiny, everything. ഇനി ഈ നാടകത്തിലെ മറ്റൊരു രസകരമായ സീനും കൂടി കാണാം. കഴിഞ്ഞ ഓണക്കാലത്ത് ഈ നായകമോഹി കുടുംബത്തിൽ ഒരു കള്ളം പറഞ്ഞു
സപ്ലൈകോയുടെ ഓണം ബസാർ ഉദ്ഘാടനം ചെയ്യുവാൻ ഇയാൾ പറവൂരിൽ പോയിട്ടേ ഇല്ല എന്ന് പച്ചയ്ക്ക് നിന്ന് പതിവ് പോലെ അങ്ങ് തർക്കിച്ചു. പറവൂരിലെ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഓണച്ചന്തയില് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് എല്ലാ സാധനങ്ങളും ഉണ്ടെന്നും നല്ല നിലയ്ക്കുള്ള ഇടപെടലാണ് ഇത്തവണ നടത്തിയെന്ന് പറഞ്ഞു. അതിന് അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയാണ് സാർ. അദ്ദേഹത്തിനോട് നന്ദി പറയുകയാണ്. ഗവൺമെന്റ് പ്രവർത്തനങ്ങളെ നന്ദി പറയുകയാണ്. ഏറ്റവും രസകരമായ കാര്യം പച്ചക്കള്ളമാണ് ഈ മന്ത്രി പറഞ്ഞത്. ഞാൻ അവിടെ വിളക്കോലി പോകുന്നതല്ലാതെ അവിടെ പ്രസംഗിച്ചിട്ടില്ല. പച്ചക്കള്ളം പറയണം. പറയില്ല. ഞാൻ എനിക്ക് ആ വോയിസ് മെസ്സേജ് സാർ, ആ വോയിസ് മെസ്സേജ് ഞാൻ സഭ ചെയറിനെ നോക്കി പറയാം സാർ. അതിന്റെ വോയിസ് മെസ്സേജ് എന്റെ കയ്യിലുണ്ട്. ആ വോയിസ് മെസ്സേജ് ഞാൻ ഇന്ന് അദ്ദേഹത്തിന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. അതിന് മറന്നുപോയതാണ്. എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു തന്നത് അതേപടി ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാം. അവൻ പോകുക മാത്രമല്ല, ഉദ്ഘാടന പ്രസംഗം നടത്തിയതിന്റെ വരെ വീഡിയോ നാട്ടുകാർ അങ്ങ് ചാമ്പിക്കൊടുത്തു. സപ്ലൈകോ നമ്മുടെ ഈ താലൂക്കിലെ ഓണം ഫെയർ ഇവിടെ ആരംഭിക്കുന്നു. നമുക്കറിയാം രൂക്ഷമായ വിലക്കയറ്റമുള്ള ഒരു കാലമാണ്. എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് സീസൺ വരുമ്പോൾ, ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ സ്വാഭാവികമായ വിലക്കയറ്റം ഉണ്ടാവും, കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും മാർക്കറ്റിൽ. അപ്പോഴാണ് സപ്ലൈകോയുടെ പ്രസക്തി. മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തുക. അത് 13 സബ്സിഡൈസ്ഡ് ഐറ്റങ്ങൾ മാർക്കറ്റിലേക്കുള്ള വില താഴ്ത്തി സബ്സിഡി റേറ്റിൽ കൊടുക്കുമ്പോഴാണ് എല്ലാവരും വന്ന് സപ്ലൈകോയിൽ സാധനങ്ങൾ മേടിക്കുമ്പോൾ കൃത്രിമമായി ഉണ്ടാകുന്ന വിലക്കയറ്റം മാർക്കറ്റിൽ താഴോട്ട് പോകുന്നത്. അപ്പൊ അതിന് സപ്ലൈകോയുടെ വർഷങ്ങളായിട്ടുള്ള മാർക്കറ്റിലെ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതുപോലെ ഇടപെടാൻ കഴിഞ്ഞില്ലെങ്കിൽ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിക്കും. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് വെളിച്ചെണ്ണയുടെ വില കൂടി, പഞ്ചസാരയുടെ വില കൂടി, എല്ലാ സാധനങ്ങളുടെയും വില കൂടി. രൂക്ഷമായ വിലക്കയറ്റം ഉള്ള സമയത്ത് ഒരു ഓണം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിയാണ്. വീണ്ടും വില കയറാനുള്ള സാധ്യതകളുണ്ടാവും. അതിനെ തടുത്തു നിർത്തേണ്ട ചുമതലയാണ് സപ്ലൈകോയ്ക്ക് ഉള്ളത്. സാധനങ്ങളൊക്കെ വന്ന എല്ലാം വന്നു. ആ സാധനങ്ങളെല്ലാം വന്ന് ആളുകൾ വന്ന് കയറുമ്പോഴാണ് ഈ സപ്ലൈകോ സജീവമാകുമ്പോഴാണ് മാർക്കറ്റ് നേരെയാവുന്നത്. വലിയൊരു പങ്കാണ് ഈ പ്രസ്ഥാനത്തിന് വഹിക്കാനുള്ളത്. അതിന് ഈ സീസണിൽ കഴിയട്ടെ. ന്യായമായ വിലയ്ക്ക് എല്ലാവർക്കും സാധനങ്ങൾ കിട്ടി എല്ലാവരും സന്തോഷത്തോടുകൂടി ഓണം ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സഭയിൽ പച്ചയ്ക്ക് കള്ളം പറഞ്ഞതിന് പരസ്യമാപ്പ് ഈ അളിഞ്ഞ നിലപാടുകളുടെ രാജകുമാരൻ വിളിച്ചു പറഞ്ഞു. അത് സഭയുടെ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് താണു വീണ് അപേക്ഷിക്കുകയും ചെയ്തു. സഭാ ടിവിയിലൂടെ ലോകം മുഴുവൻ അത് കാണുകയും ചെയ്തു. എൻ്റെ ഒരു വാക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് ആ വിഷമം തോന്നുന്ന രീതിയിൽ കിടക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. പറഞ്ഞത് നീക്കം ചെയ്യണം. ഞാനത് പിൻവലിക്കുന്നു. ബഹുമാനപ്പെട്ട സ്പീക്കർ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോടും സഭയോടും ഞാൻ ക്ഷമ ചോദിക്കാം. ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. അളിഞ്ഞ നിലപാടുകളുടെ രാജകുമാരൻ. യഥാർത്ഥത്തിൽ ഈ നായകനടൻ അവസാനം വെറും കോമാളിയാകുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അൻവർ അടഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞ നെട്ടൂർ കെ കച്ചൻ. ഞങ്ങൾ പറഞ്ഞല്ലോ ഇനി നോ മോർ കമന്റ്സ്. ആ ചാപ്റ്റർ ഞങ്ങൾ ക്ലോസ് ചെയ്താണ്. നോ കമന്റ്സ്. ഒടുക്കം മുസ്ലിം ലീഗിലെ മ്യാമന്മാർ കണ്ണുരുട്ടിയപ്പോൾ അളിഞ്ഞ നിലപാടുകളുടെ രാജകുമാരൻ നിലപാട് മാറ്റി കുനിഞ്ഞു നിന്നു. വടങ്ങി അൻവറിനെ സ്വീകരിക്കുക മാത്രമല്ല, കെട്ടിയും പിടിച്ച് ഒരു ഉമ്മയും കൊടുത്തു. മാത്രമല്ല ഒരു കീറ്റ തുണി കഷ്ണവും കഴുത്തിൽ ഇട്ടുകൊടുത്തു. ഷട്ടിൽ വല്ലോ മട്ടൻ ചാറോ കോഴിക്കറിയോ ഒക്കെ വീണാൽ തൂത്തുകളയുവാൻ. അവൻ ഏത് മുതലിനെയാണ് ഷാളിട്ട് സ്വീകരിച്ചത് എന്നറിയണ്ടേ? ഇതാ കേട്ടു നോക്ക്. 2021 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 150 കോടി രൂപയാണ്
ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ VD സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത്. കേട്ടിട്ട് പറഞ്ഞോ. ബാംഗ്ലൂരിൽ നിന്നും ഫ്രോസൺ ചെയ്ത മത്സ്യം കൊണ്ടുവരുന്ന 20 ഫീറ്റ് കണ്ടെയ്നർ ലോറിയിൽ 50 കോടി രൂപ വീതം 3 ഘട്ടങ്ങളിലായാണ് പണം തൃശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവക്കടപ്പുറത്തെത്തിച്ചത്. അളിഞ്ഞ നിലപാടുകളുടെ രാജകുമാരൻ വീണ്ടും ഇളിഭ്യനാകുന്നതിന്റെ മറ്റൊരു രസകരമായ രംഗം കൂടി ഈ നാടകത്തിലുണ്ട്. UDF കുടുംബത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാൻ നല്ല വ്യാസമുള്ള ആളുകളെ കൂടി എടുക്കുന്നു. അതിൻ പ്രകാരം അപേക്ഷ കൊടുത്ത് സമീപിച്ച വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന നേതാവും അണിയും അദ്ദേഹം മാത്രമായിട്ടുള്ള കാമരാജ് കോൺഗ്രസ് പാർട്ടിയെ അസോസിയേറ്റ് ആക്കി എന്ന് നെട്ടൂർ കേക്കച്ചൻ അങ്ങ് പ്രഖ്യാപിച്ചു. ശ്രീ PV അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ്, ശ്രീമതി CK ജാനു നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി, ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കേരള കാമരാജ് കോൺഗ്രസ്, ഈ 3 കക്ഷികളെ UDFന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ഇന്നത്തെ UDF ഏകോപന സമിതി യോഗം തീരുമാനിച്ചു. CK ജാനുവിൻ്റെയും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെയും പാർട്ടികൾ ഇപ്പോൾ നിലവിൽ NDAയുടെ ഘടകകക്ഷികളാണ്. അവർ NDA വിട്ട് UDFൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവരത് രേഖാമൂലം അഭ്യർത്ഥിക്കുകയും ചെയ്തത് UDF യോഗം ചർച്ച ചെയ്തിട്ടാണ് ഈ 3 പാർട്ടികളെയും UDFന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത നിമിഷം വിഷ്ണുപുരം വന്ന് അത് നിഷേധിച്ചു. കേക്കച്ചനെ വെല്ലും വിളിച്ചു. കാമരാജ് കോൺഗ്രസ് UDFിലേക്ക് പോയിട്ട് VSTP പോകണമെന്ന് പറഞ്ഞു. VSTP വേറെ, കാമരാജ് കോൺഗ്രസ് വേറെ. അതിൽ ഇന്ന് അവിടെ ചർച്ച ചെയ്തു എന്ന് പറയുന്ന വിഷയം ഞാനത് നിഷേധിക്കുകയാണ്. കാരണം ഞാൻ അവർക്ക് അങ്ങനെ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷ പുറത്തു വിടുന്നു. വിഷ്ണുപുരം ചന്ദ്രശേഖരന് UDFിൽ എടുക്കണമെന്ന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വിടുന്നു. നിലപാടുകളുടെ അളിഞ്ഞ രാജകുമാരൻ ലവനാണ് കേരളത്തിൻ്റെ നായകനാകുവാൻ നടക്കുന്നത്. അവസാനം കാണികൾ ചിരിച്ചു ചിരിച്ച് മണ്ണ് കപ്പുന്ന മറ്റൊരു രംഗം കൂടിയുണ്ട്. മൊത്തത്തിൽ നാറി നിറഞ്ഞു നിൽക്കുന്ന കേക്കച്ചൻ്റെ ആ ആക്ഷൻ, അത് ഒരു ഒന്നൊന്നര ആക്ഷൻ ആയിരുന്നു. പിന്നെ CPM-കാർ, ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കാൻ അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. ഞെട്ടിപ്പോവും. അല്ല, വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോവും. അതില്ല, വരുന്നുണ്ട്. ഇതുമായിട്ട് അല്ല, നോക്കിക്കോ, വലിയ താമസമൊന്നും വേണ്ട. അവസാനം ആ ബോംബ് പൊട്ടി സ്വന്തം നിക്കറിനകത്തിരുന്ന് പുറംചെന്നിക്കുള്ള CBIക്ക് വിടാൻ പോകുന്നു. ഞെട്ടിയില്ലേ? ഞെട്ടിപ്പോവും. അല്ല, വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോവും. അതില്ല, വരുന്നുണ്ട്. ഇനി കേരളത്തിലെ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടുന്നത്. ഈ അളിഞ്ഞ നാടകം 100 വേദികളിൽ കളിക്കുമോ, അതോ ഉദ്ഘാടന കളിയോടെ രംഗപടം മടക്കേണ്ടി വരുമോ എന്ന്. എന്തോ കാണാൻ ആരുമില്ലെങ്കിലും കാശ് കിട്ടിയില്ലെങ്കിലും അണ്ണൻ കളിക്കുമെന്ന് ആരാ പറയുന്നേ? സെൽഫിച്ചൻ പറയാൻ പറഞ്ഞു. സെൽഫിച്ചൻ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.